സോ വെസ്റ്റ് സൈഡ് സെയിൽ തുടങ്ങിയപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് മീനാക്ഷിയും എന്തായാലും ഒന്ന് പോയി അവിടുത്തെ ഡ്രസ്സസും അതെല്ലാം എന്തൊക്കെയാണ് സെയിൽ ഐറ്റംസ് ഉള്ളതെന്നൊക്കെ നോക്കാൻ വേണ്ടി പോയി. അവിടെ പോയി ഒന്നും വാങ്ങണ്ടെന്നോർത്താണ് പോയത്. പക്ഷെ ഞങ്ങൾ അറ്റ് ലാസ്റ്റ് ഇത്രയും സാധനം വാങ്ങിച്ചു. ഇതൊന്നും ഡ്രസ്സല്ല, ഇതെല്ലാം ആക്സസറീസാണ്. അപ്പോൾ അതെല്ലാം 1 by 1 ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ഈ ഒരു സെറ്റ് ഓഫ് ഇയറിങ്സ്, ഇതിൻ്റെ MRP 399 ആണ്. പക്ഷെ ഞങ്ങൾക്കിത് 49 റുപ്പീസിന് കിട്ടി. അപ്പോൾ മീഷോയിൽ പോലും ഇത്രയും അഫോർഡബിളായിട്ട് ഇങ്ങനെ 3 പേര് കിട്ടൂല. പിന്നെ വേറൊരെണ്ണം കാണിച്ചു തരാം. ഇത് ഈ ഒരു സെറ്റിനും 49 റുപ്പീസ് ആയിട്ടുള്ളൂ. സെയിലിലുള്ള ആക്സസറീസിനെല്ലാം 49 റുപ്പീസാണ്. അപ്പോൾ അവിടെ റിങ്സും പിന്നെ പെൻഡൻസും നെക്ലസസും ഹെയർ ആക്സസറീസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഇയറിങ്സിനോട് കുറച്ച് അട്രാക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ ഇത് തന്നെ വാങ്ങിച്ചോളൂ. ഇയറിങ്സ് തന്നെ ഞാൻ വാങ്ങിച്ചോളൂ. മീനാക്ഷി പക്ഷേ റിങ്സ് അങ്ങനത്തെയൊക്കെ നോക്കി. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് 6 പെയർ ഇയറിങ്സിന് 49 റുപ്പീസ് ആയിട്ടുള്ളൂ. പിന്നെ ഇതിനും 49 റുപ്പീസാണ് ഈ ഒരു ഇയറിങ് സെറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, എൻ്റെ ഫേവറേറ്റ് ഇതാണ്. ഇത് ഞാൻ അപ്പോൾ അവിടെ നിന്ന് വാങ്ങി. പിന്നെ ഇതിനും 49 റുപ്പീസാണ്. ഇങ്ങനത്തെ വാങ്ങിക്കണമെന്ന് ഞാൻ കുറേ നാളായി ആലോചിച്ച് നടക്കണം. അവസാനം കണ്ടപ്പോൾ ഇതേ സെയിം മോഡൽ 3 വാങ്ങി. പിന്നെ ഇതും സെയിം മോഡലാണ്. അപ്പോൾ ഇതും വാങ്ങിച്ചു 49 റുപ്പീസ് ഈച്ച്. പിന്നെ ഇതിനും 49 റുപ്പീസാണ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടൈപ്പ് ഇയറിങ്സ് ഞാൻ കുറേ നാളെ തപ്പിയെടുക്കണം. അപ്പോൾ ഇതും കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു. ആക്സസറീസ് ശരിക്കും വൻ ലാഭമാണ് അവിടെ നിന്ന് വാങ്ങിക്കാൻ. 49 റുപ്പീസിന് ഇത്രയും കിട്ടാമെന്ന് പറഞ്ഞാൽ ലാഭമാണ്. ഡ്രസ്സസൊക്കെ വാങ്ങിക്കാൻ ഇപ്പോൾ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്ത കാരണം ഡ്രസ്സ് ഞങ്ങൾ ഇപ്പോൾ നിലവിൽ വാങ്ങിച്ചിട്ടില്ല. എന്തായാലും ഒന്നും കൂടി പോയി നോക്കണം. അപ്പോൾ നിങ്ങൾ വെസ്റ്റ് സൈഡ് സെയിൽ ആയിട്ട് അവിടെ പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോയി ചെക്കൗട്ട് ചെയ്യുക. ആക്സസറീസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലാഭം എന്ന് തന്നെ പറയാം. ഡ്രസ്സിനും പല പല വെറൈറ്റീസ് ഓഫ് മോഡേൺ ടൈപ്പ് ഡ്രസ്സസും പിന്നെ ട്രഡീഷണൽ വെയറിലായാലും ഫോർമൽ വെയറിലായാലും എല്ലാത്തിലും നല്ല സെയിൽ ഉണ്ടായി. പിന്നെ സ്റ്റുഡിയോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെസ്റ്റ് സൈഡിലെ ഡ്രസ്സിനൊക്കെ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്. പിന്നെ അധികം എന്ന് വെച്ചാൽ സ്റ്റുഡിയോയിലെ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ കുറേ പേർക്ക് ആ ഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെസ്റ്റ് സൈഡിൽ അത്രയും കോമൺ അല്ല, എന്നാലും ഉണ്ട്. അപ്പോൾ പക്ഷെ വാങ്ങിക്കാൻ നിങ്ങൾ കുറച്ചും കൂടി ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും വെസ്റ്റ് സൈഡിലെ ഡ്രസ്സ് പോയി നോക്കാവുന്നതാണ്. പിന്നെ സെയിലായതും കൊണ്ട് പോയി കഴിഞ്ഞാൽ അധികം എക്സ്പെൻസീവും അല്ല. സോ അപ്പോൾ പോയി ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.